ഞാൻ കായംകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഞാൻ വിളിച്ചത് ഈ രാഹുലിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ അധപ്പതിച്ച് കിടക്കുമായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ വന്നതിന് ശേഷമാണ് ഈ കോൺഗ്രസ് ഉണർന്നത്. ആ ഉണർന്നു വന്ന കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആർഷഭാരതം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് കേരളത്തിൽ എത്രയോ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്ക് അപമാനമായിട്ട് ചില നീച ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവും. അത് തിരിച്ചറിയാൻ കഴിയാത്ത നേതാക്കളെ ആ ഗണത്തിൽ കൂട്ടിയാൽ മതി. അത് കേരളത്തിൽ വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇവർക്ക് തിരിച്ചറി. ഈ മുഖ്യമന്ത്രി രാഹുലിനെ ശത്രുക്കൾക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അധികാരമോഹികളായി ഇവർക്ക് തിരിച്ചടിയായിട്ട് ഇവർ പാർട്ടിയിൽ നിന്ന് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ നിൽക്കുന്നിടത്ത് രാഹുലിന് ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഇവരെ തോൽപ്പിക്കും. ഇവർ ജയിച്ചു വന്നെങ്കിലല്ലേ മുഖ്യമന്ത്രി ആകത്തുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ രാഹുലിനെ തള്ളിക്കളയാൻ നോക്കുന്നവര്, ഞാൻ ദളിത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പറയാം, ഇവരെ തോൽപ്പിച്ചിരിക്കും. അത് ഉറപ്പാ. ഇവര് തോക്കുന്നത് തന്നെയല്ല, പിന്നെ ഒരിക്കലും ഇവര് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വരത്തില്ല. രാഹുലിന് ഇപ്പൊ ഇവര് കൊടുക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ വോട്ടിലൂടെ ചെയ്തിരിക്കും. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ സാറൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പന്ന പെമ്പിള്ളാർ ഇങ്ങനൊക്കെ ഉള്ള കേസ് കൊടുത്തപ്പോഴത്തേക്കിന് അതിന്റെ യാതൊരു നിജസ്ഥിതിയും മനസ്സിലാക്കാതെ ഇതിപ്പോ സതീശൻ ആ പെണ്ണിനെ ഇറക്കി കളിച്ചതാ. ആ പെണ്ണിറങ്ങി വന്നല്ലേ ഇത് ഈ ചാനലിന്റെ മുമ്പ് വന്ന് പറഞ്ഞിട്ടല്ലേ ഈ പ്രശ്നം വെളിയിലായത്. അപ്പം സതീശൻ ഈ ആദ്യം പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാഞ്ഞുകൊണ്ട്, കാര്യം അവിടെ BJPക്ക് ശക്തമായ ഒരു പ്രദേശമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് നിൽക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണ് രാഹുലിനെ അവിടെ നിർത്തി ഒരു പരീക്ഷണം നടത്തി നോക്കിയതാ. അപ്പൊ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇനിയിപ്പോ അവനെ എടുത്ത് കളയുക. അപ്പൊ ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടും ഈ ഉമ്മൻചാണ്ടി സാറിന്റെ മോനും വിഷ്ണു ഇതൊക്കെ വിഷ്ണുനാഥും ഒക്കെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പാർട്ടി മുമ്പോട്ട് വരെ പോകുന്നത്. അല്ലെ ഇവരെന്ത് ചെയ്തിട്ടായി കോൺഗ്രസ് ഇപ്പൊ ഉണർന്നു വന്നു? ഇപ്പൊ യുവജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരാളാ, അല്ലാതെയും പ്രവർത്തിക്കുന്ന ദളിത് കോൺഗ്രസിൽ മാത്രമല്ല കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ഈ രമേശ് ചെന്നിത്തല, ഈ സതീശനും KC അതിന്റെ കൂട്ടത്തിൽ കൂടിയ KC ഇവരെവിടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നോ അവരെ തോൽപ്പിച്ചിരിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരും. ഇവർ പറയുന്നവരാരും മണ്ഡലത്തിൽ തോൽപ്പിക്കണം, തോൽപ്പിക്കും. അല്ലാതെ മണ്ഡലത്തിൽ തോൽപ്പിക്കാതിരിക്കാൻ പറ്റൂ? കാര്യം ഇവര് മുഖ്യമന്ത്രിയായിട്ട് നമുക്കുള്ള ഗുണമെന്തുവാന്ന്? ഇതല്ലേ അവസ്ഥ. സ്വന്തം കൂടെ നിന്ന് എന്തുമാത്രം ഇടിയൊക്കെ കൊണ്ടതായി രാഹുല്. ഈ 10 വർഷവും ആ പോലീസുകാരുടെ കയ്യിൽ എന്തുമാത്രം തല്ലു വാങ്ങിച്ചു, എന്തുമാത്രം കേസിൽ പെട്ടു, ജയിലിൽ പോയി. അവന്റെ വീട്ടിലേക്കുള്ളതിന് വേണ്ടി അല്ലല്ലോ പോയത്. ഏതോ ഒരു പെണ്ണ് പറഞ്ഞത് കേട്ടോണ്ട് ഇങ്ങനല്ലേ ഉമ്മൻചാണ്ടി സാറിനെ നശിപ്പിച്ചത്. ഇവർക്ക് ലാസ്റ്റിലുള്ള ഒരു ആയുധമാണ് ഇങ്ങനൊരു സംഭവം, ഒരു പെണ്ണ് കേസിൽ ഇടുക. അതിപ്പോ പെണ്ണ് കേസിൽ ഇട്ട് പോയി എന്തായാലും അവൻ ആണാന്നുള്ളത് തെളിയിച്ചല്ലേ ഇവരെല്ലാടെ കൂടി. അല്ലാതെ യുവമാരുടെ കൂടെ ആണല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം പണ്ടൊക്കെ നടന്ന ഒരു സംഭവം ഇത് വെച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് ആ ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് ഇവരെ മാറ്റി. ഇതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ സാറിനെ മാറ്റിയത്. അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ ഇയാളുടെ കളി നടക്കത്തില്ല സതീശന്റെ. അതുകൊണ്ട് തന്ത്രപൂർവമായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് എന്താ പറഞ്ഞാലും കേൾക്കുന്ന ഒരുത്തനെ ഇപ്പൊ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അയാൾ വാ മുളക്കുന്നുണ്ടോ? ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോ മുമ്പോട്ട് വന്ന് ഇപ്പൊ ഷാഫി പറമ്പിനെ തടഞ്ഞപ്പോ ഷാഫി പറമ്പിൽ നേരെ ഇറങ്ങി അവിടെ മുമ്പിൽ ചെന്ന് കാര്യം പറഞ്ഞു. അയാൾക്ക് നട്ടലുണ്ട്, യുവമാർക്കാർക്ക് നട്ടലില്ല. അത് തന്നല്ല ഇവര് പറയുന്ന ഒരു വാക്ക് സംസാരിക്കാൻ ഇവരെ കൊണ്ട് കഴിയൂ, അതുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതേ ഉള്ളു ഇനി ഒരു മാർഗം. രാഹുലിനെ പുറത്താക്കുക, അവന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്താല് ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ഇതാ. ഞാൻ ദളിത് കോൺഗ്രസിന്റെ ആളാണ്, ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഭരണിക്കാവ് സൗത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്. എന്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ചങ്ങര സമരഭൂമിയിലുള്ള ഒരാളാണ്. ചങ്ങര സമരഭൂമി ഞാൻ 7 കൊല്ലം സമരം ചെയ്ത ഒരാൾ. എന്നെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ആരുടെ മുമ്പിലൊന്നും ഞാൻ താഴ്ന്നു കൊടുക്കുന്ന ഒരു കാര്യം ഇല്ല. കാര്യം ഇവരുടെ ആരുടെയും ചെലവിലല്ലല്ലോ ഞാൻ കഴിയും. ഞാൻ വേല ചെയ്തല്ലോ ചെയ്യും. അല്ലെ എനിക്ക് ഇവരുടെ തുമ്പി എന്ന് പറയുന്നതിനെന്താ? അത് ഞാൻ പരസ്യമായിട്ട് പൊതുവായിട്ട് പറയുന്ന ഒരാളാണ്. ഞാൻ മാവേലിക്കരയെന്ന ആനയാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ വേണം. ആ പാവം പിടിച്ച രാഹുലിനെ എന്തിന് ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നു? പ്രത്യേകിച്ച് ആ സതീശൻ. ആ മനുഷ്യൻ എന്തോന്നിന്റെ സോക്കേട് കൊണ്ടാ ഈ പാവം പിടിച്ച ചെറുക്കനോട് ഇങ്ങനെ കാണിച്ചത്? ഞങ്ങൾക്കെല്ലാം അവനെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. ഞങ്ങൾ പാരമ്പര്യമായ കോൺഗ്രസ്സുകാരാ. പക്ഷെ ഇനി ഒരൊറ്റ വോട്ട് ഇവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല, ഞങ്ങൾ കുടുംബമായിട്ട് കേട്ടോ.
ആ വളരെ മോശമായി പോയി ആ കൊച്ചനെ ഈ വിധത്തിൽ അപമാനിക്കാൻ. ഇവന്മാർക്ക് എങ്ങനെ തോന്നി? നാണമുണ്ടോ? ഒരു പെണ്ണുമ്പിള്ള വന്ന് നിന്ന് അവനെ കേക്ക് മുറിച്ച് അവന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നല്ലോ, അതാർക്കും ഒരു പ്രയാസമില്ലയോ? അല്പവസ്ത്രധാരിയായിട്ട് പറയാതിരിക്കുന്നത് എങ്ങനെയാ? പിന്നെ വന്ന് അവളെ കുണുക്കും വിട്ട് കമ്മലും വിട്ട് ആടി തുള്ളി വന്ന് നിൽക്കുന്നു. ആരെങ്കിലും ഏത് സിനിമയിലാണ് ഇവൾ അഭിനയിച്ചിട്ടുള്ളത്? അവളൊരു നടിയാണ് പോലും. അവള് ശരിക്കും ഒരു നടി തന്നെയാണ്. ഇങ്ങനെയുള്ള പാവപ്പെട്ട പിള്ളേരോട് ഉയർന്നു വരുന്ന പിള്ളേരോട് അസൂയ മൂത്തിട്ടൊക്കെ ഇറങ്ങി വന്നതെന്നുകൊണ്ട് പറയാൻ ഇവക്കൊക്കെ നാണമില്ലേ? ഇവളെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും ഒരു മര്യാദയില്ലയോ? വൃത്തികെട്ടോള ചുമ്മാതില്ലാത്ത ഗർഭവും പറഞ്ഞ് അതങ്ങനെ ഒരു വഴിക്ക്. എന്നാ ഇവനൊക്കെ നാണമെന്ന് പറയുന്ന ഉണ്ടോന്നാ ഞാൻ ഓർക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ സതീശനെ പണ്ട് പിന്നെ എന്തോ ആ മുസ്ലിം നേതാവുണ്ടല്ലോ, അയാൾക്ക് സപ്പോർട്ട് ചെയ്തെന്നുള്ള ഒരൊറ്റ ദേഷ്യമാണ് ഈ സതീശൻ ഈ പാവം പിടിച്ച രാഹുലിനോടുള്ളത്. അന്ന് പത്രക്കാര് ചോദിച്ചപ്പോ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടതാണ്. നോ കമന്റ്സ്, അതിനെക്കുറിച്ച് ഒരു കമന്റ്സും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ പൊടിയും തട്ടി മേളിലോട്ട് കയറിപ്പോകുന്നത് കണ്ടു. ആ ഒരൊറ്റ വൈരാഗ്യമാണ് ഇവൻ ഈ രാഹുലിനോടുള്ളത്. നാണമുണ്ട് ഇവനൊക്കെ. ഒറ്റവരോട് എനിക്കിഷ്ടമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു സതീശൻ. ഇതോടുകൂടി അത് മുഴുവൻ പോയി. അങ്ങനെയാണോ വേണ്ടി? അവനും ഇല്ലേ ഒരു മോള്? ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്നത് ഇതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണ്ടേ ആ കൊച്ചനെ സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും? വിവരമെന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാർക്കില്ല. കോൺഗ്രസിനെ നശിപ്പിച്ചു ഈ കൂട്ടങ്ങൾ, വൃത്തികെട്ടവന്മാര്. ശരിയല്ലേ ഞാൻ പറയുന്നത്? സുനിലെ, നിങ്ങളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ധൈര്യശാലികളായ, പേടിച്ചും ഭയന്നും അല്ലിരിക്കണ്ടേ, ഇങ്ങനെ തന്നെ വേണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ മുൻപോട്ടുള്ള ഈ ചുവടുവയ്പ്. വളരെ നല്ല. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായി കാര്യത്തിന്. അതിനകത്തിലൊന്നും ഭാരപ്പെടേണ്ട. ഞാനൊരു സത്യവിശ്വാസി, സത്യ ക്രിസ്ത്യാനിയാണ്. മനുഷ്യനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, ഇല്ലെന്നല്ല. പക്ഷെ ഒരു ഭാഗം ആരോ എന്തോ പറയുന്നത് കേട്ട് വന്നിട്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് ആ പയ്യനെ ഒന്ന് ചോദിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഒന്ന് അന്വേഷിക്കുക. അവന്റെ ഒരു വലിയ കേക്ക് കട്ടീര് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവന്റെ അണ്ണാക്കിലോട്ട് ആ കേക്കെല്ലാം കൂടെ വെച്ചു കൊടുക്കണം. പറയാതിരിക്കുന്ന എങ്ങനെ? എനിക്ക് 77 വയസ്സുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, മനുഷ്യന് നീതി ന്യായത്തിനും വേണം നിൽക്കേണ്ടി. ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ ഇത്രമാത്രം നീചമായ പരിപാടി ആരോട് ചോദിച്ചാൽ? ഇവരാരാ? വലിയ രാജാവാണോ? ഉമ്മാത കണ്ട പക്ഷെ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു സതീശന്റെ നിലപാട്. ഈ ഒരൊറ്റ വിഷയത്തില് വളരെ വെറുത്തുപോയി ഞാൻ. എൻ്റെ പേര് ഫിലിപ്പ്, കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. നാട് കണ്ണൂരാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കേരളത്തിൽ കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങളോർത്ത് വല്ലാത്ത ദുഃഖവും സങ്കടം തോന്നുന്നു. ഒരു പിണറായി ഭരണം കാരണം മടുത്ത് നാറാണക്കല്ല് തല്ലിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൾട്ടർനേറ്റ്, ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഈ ചെന്നിത്തലയും സതീശനും ഒക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ തുടങ്ങുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാം തരം ഒരു ചെറുപ്പക്കാരനെ, നല്ല കാലിബറുള്ള, നല്ല നോളജുള്ള, കഴിവും പ്രാപ്തിയുള്ള, തൻ്റെ ഇടം നട്ടലുമുള്ള, ധൈര്യമുള്ള, സംസാരിക്കാൻ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എത്ര നിമിഷ നേരം കൊണ്ടാണ് അവർ തീരുമാനം എടുത്തത്? യാതൊരു വിശദീകരണവും കാര്യങ്ങളും ഒന്നും ചോദിക്കാതെ. ഇവൻ ഒരാളെ പീഡിപ്പിക്കാൻ പോയിട്ടില്ല, ബലാത്സംഗം ചെയ്യാൻ പോയിട്ടില്ല, പിള്ളേരെ പീഡിപ്പിക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു കേസില്ല, പരാതിയില്ല, ഒന്നുമില്ല. എന്ത് കണ്ടുകൊണ്ടാണ് ഇവർ പുറത്താക്കിയത്? ഇവൻ വിചാരിച്ചത് പെട്ടെന്ന് ഇത്രയും പ്രശസ്തനായ ഒരുത്തനെ, ഇത്രയും കഴിവുള്ള ഒരുത്തനെ പാർട്ടിയിൽ നിന്ന് ഈ ചെറിയൊരു നിസ്സാര കാരണം പറഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ പേര് കിട്ടും, മേനി നടിക്കാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. തിരിച്ചടി അവന്മാരുടെ മോന്തക്കിട്ട് തന്നെ ഇപ്പോൾ കിട്ടുള്ളൂ. കോൺഗ്രസ്, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ടീമുകളാണ്. മനസ്സിന് സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വരുന്നു. ഈ ചാനലിൻ്റെ ആ ലിങ്കൊന്ന് സതീശനോ അല്ലെ അയാളുടെ കൂടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. ജനങ്ങളുടെ പ്രതികരണം അവരറിയട്ടെ. വേറെ ഒരു ചാനലിലും കൂടെ ഇപ്പം പ്രതികരിക്കാനുള്ള ഒരു അവസരം, നിങ്ങളെന്തെങ്കിലും ഇതിൽ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതിന് വളരെ നന്ദിയുണ്ട്. കാരണം ഇത് ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ എത്രയുണ്ടെന്ന് മനസ്സിലായില്ല. ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടല്ലേ അവനെ ജനഹൃദയങ്ങളിൽ ഈ രാഹുൽ എത്രമാത്രം കയറിയിരിക്കുന്നു എന്ന് മനസ്സിലായത് ഇപ്പോഴല്ലേ. എനിവേ, നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം വളരെ നന്ദിയുണ്ട്. താങ്ക് യു. തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.